കൊല്ലം ഓച്ചിറയിൽ യുവാക്കൾ വീട്ടുവളപ്പിൽ വളർത്തിയ 38 കഞ്ചാവ് ചെടികൾ എക്സൈസ് പിടികൂടി. മേമന സ്വദേശികളായ മനീഷ്, അഖിൽകുമാർ എന്നിവർ പിടിയിലായി. ഇവരുടെ പക്കൽ നിന്നും 1.5 കിലോ കഞ്ചാവും പിടികൂടി. കഞ്ചാവ് കൃഷി പിടികൂടാതിരിക്കാൻ വിദേശിനം നായകളെയും ഇവർ വളർത്തിയിരുന്നു. വീട്ടിൽ മറ്റു കൃഷികളോടൊപ്പം വളർത്തിയത് 38 കഞ്ചാവ് ചെടികൾ. ചെടിച്ചട്ടിയിൽ വെള്ളവും വളവും ഒഴിച്ച് പരിപാലിക്കൽ. കഞ്ചാവ് ചെടികൾക്ക് 1.5 മാസമാണ് പ്രായം. 40 സെന്റിമീറ്റർ വളർച്ചയുമുണ്ട്. കഞ്ചാവ് കൃഷിയുടെ സംരക്ഷണത്തിന് 3 മുന്തിയ ഇനം വിദേശ നായകളെയും പ്രതികൾ വളർത്തി. കൊല്ലം എക്സൈസ് സംഘം ഇവരുടെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ നായകളെ പ്രതികൾ തുറന്നുവിട്ടു. നേരത്തെ ഉണ്ടായിരുന്ന MDMA കേസിൽ പ്രതിയാണ് മനീഷ്. ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കവെയാണ് മനീഷും സുഹൃത്ത് അഖിൽകുമാറും ചേർന്ന് അഖിലിന്റെ വീട്ടുവളപ്പിൽ കഞ്ചാവ് കൃഷി നടത്തുന്നത്. ഇക്കാര്യം എക്സൈസ് കണ്ടെത്തുകയായിരുന്നു. പ്രതികളുടെ പക്കൽ നിന്നും 1.5 കിലോ കഞ്ചാവും പിടികൂടി. ഓച്ചിറയിൽ നേരത്തെ എടുത്ത ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പാർട്ടി അവിടെ എത്തിയത്. ഈ പ്രതി മുൻ കേസുകളിലെ പ്രതിയാണ്, അറസ്റ്റ് ചെയ്യാനുള്ളവനാണ്. പാർട്ടി എത്തുന്നതനുസരിച്ച് അവൻ അവിടുത്തെ 100 ഡോഗിനെ തുറന്നുവിട്ട് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. 3 or 4 ഇനത്തിൽപ്പെട്ട ഡോഗുകളാണ് അവന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത്. അവനെ മൊത്തം തുറന്നുവിട്ടു. പ്രതിയെ സാഹസികമായാണ് നമ്മുടെ പാർട്ടി കീഴ്പ്പെടുത്തിയത്. മുഖ്യപ്രതി ഞാൻ പറഞ്ഞു, മോളി എന്ന് വിളിക്കുന്ന മനീഷ്, അവനെ അറസ്റ്റ് ചെയ്തു. അവന്റെ കൂട്ടാളി അനിൽകുമാറിനെയും അഖിൽകുമാറിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃഷി ചെടിച്ചട്ടികളിലും മറ്റുമായിട്ട് വെള്ളം ഒഴിച്ച് വളമൊക്കെ നൽകി വളർത്തി വരികയായിരുന്നു. ഏകദേശം ഒരു 1.5-2 മാസം പ്രായമായ ചെടികളാണ് കണ്ടെത്തിയത്. 40 സെന്റിമീറ്റർ വരെ ഉയരം ഉണ്ടായിരുന്നു. അത് കൊണ്ടുവരുന്ന കഞ്ചാവിൽ നിന്നും നല്ല വിത്ത് ശേഖരിച്ച് കൃഷി ചെയ്യുകയായിരുന്നു. ലഹരി വ്യാപനം തടയുന്നതിനെ എക്സൈസ് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ക്ലീൻ സ്റ്റേറ്റ് ഡ്രൈവിലാണ് കഞ്ചാവ് ചെടികളും കഞ്ചാവും പിടികൂടിയത്. ജനം, കൊല്ലം.